പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള ഒത്തുകളി തുടരുകയാണ്. ഇന്ത്യക്കെതിരെ ഇരുവരും ശക്തമായ പ്ലാനുകളാണ് അണിയറയിൽ ഒരുക്കുന്നത്. പാകിസ്ഥാന് ചൈന അക്കാര്യത്തിൽ വലിയ പിന്തുണയാണ് നൽകി വരുന്നതും. ഇപ്പോൾ ലഭിക്കുന്ന വിവരം പാകിസ്ഥാനും ചൈനയും തമ്മിൽ അന്തർവാഹിനി കൈമാറ്റം നടക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ നാവികസേനയ്ക്ക് വേണ്ടിയുള്ള 8 യുവാൻ ക്ലാസ് അന്തർവാഹിനികളിൽ അതായത് ടൈപ്പ് 39A ആദ്യത്തേത് ചൈന ലോഞ്ച് ചെയ്തു കഴിഞ്ഞു എന്നാണ് വിവരം. പാകിസ്ഥാനിലെ ഹാങ്കർ ക്ലാസ് എന്നറിയപ്പെടുന്ന അന്തർവാഹിനി ഷുവാങ്യുവിലെ വുച്ചാങ് ഷിപ്പ് ബിൽഡിംഗ് ഇൻഡസ്ട്രി ഗ്രൂപ്പിന്റെ കപ്പൽശാലയിലാണ്. 2015 ഒപ്പുവച്ച കരാർ പ്രകാരം ചൈന പാകിസ്ഥാന് 8 നൂതന അന്തർവാഹിനികൾ നൽകും. അതിൽ 4 എണ്ണം ചൈനയിലെ WSIG സൗകര്യത്തിലും ബാക്കിയുള്ളവ കറാച്ചിയിലെ കറാച്ചി ഷിപ്പ്യാർഡ് ആൻഡ് എഞ്ചിനീയറിംഗ് വർക്ക്സും നിർമ്മിക്കും. കറാച്ചിയിൽ നിർമ്മിക്കുന്ന 4 എണ്ണത്തിൽ ചൈനയിൽ നിന്നുള്ള സാങ്കേതിക വിദ്യയുടെ സഹായം വലിയ രീതിയിൽ ഉണ്ടാകും. പ്രൊജക്ട് 751 കീഴിൽ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ ഉള്ള 6 അടുത്ത തലമുറ അന്തർവാഹിനികൾ സ്വന്തമാക്കാനുള്ള ഇന്ത്യൻ നാവികസേനയുടെ പദ്ധതി മുന്നിൽ കണ്ടാണ് പാകിസ്ഥാന്റെ ഇപ്പോഴത്തെ നീക്കം. ഇന്ത്യൻ നാവികസേന കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായിട്ട് ഈ അടുത്ത തലമുറ അതായത് നെക്സ്റ്റ് ജനറേഷൻ അന്തർവാഹിനികളെ ഉൾപ്പെടുത്താൻ നോക്കുകയാണ്. ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഈ പദ്ധതി വെളിച്ചം കണ്ടിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഫണ്ടിന്റെ അഭാവം, തീരുമാനമെടുക്കാൻ വൈകൽ, അതുപോലെ തന്നെ കരാർ ആവശ്യകതകൾ എന്നിവയൊക്കെ കാരണം ഈ പദ്ധതി വലിയ കാലതാമസം നേരിടുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാന്റെ നീക്കം ഇന്ത്യക്കെതിരായുള്ള ഒരു വലിയ കുതിപ്പാണ് എന്ന് തന്നെ പറയാം. പാകിസ്ഥാൻ പക്ഷേ ഇനി എന്തൊക്കെ വാങ്ങിക്കൂട്ടിയാലും കാണിച്ചാലും ഇന്ത്യ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്നിരിക്കെയും പാകിസ്ഥാന്റെ നീക്കങ്ങൾ തള്ളിക്കളയാൻ സാധിക്കില്ല. അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതിരിക്കാനും ഇന്ത്യക്ക് കഴിയില്ല. AIP സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ അന്തർവാഹിനികളിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ നോട്ടമിട്ടിരിക്കുന്നത് എന്നാണ് വിവരം. AIP പേര് സൂചിപ്പിക്കുന്നത് പോലെ അന്തർവാഹിനികളെ അന്തരീക്ഷ വായു ഉപയോഗിക്കാതെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ അനുവദിക്കുന്ന ഒരു പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയാണ്. പരമ്പരാഗത ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ വായുവിൽ നിന്ന് ഓക്സിജൻ എടുക്കുന്നതിന് ഇടയ്ക്കിടെ ഉപരിതലത്തിൽ ഇറങ്ങേണ്ടതുണ്ട്. ഡീസൽ എഞ്ചിനുകളിൽ നിന്ന് ബാറ്ററികൾ ചാർജ് ചെയ്യുന്നതിനായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഈ ബാറ്ററികൾ പിന്നീട് വൈദ്യുത മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നു. അത് ത്രസ്റ്റ് സൃഷ്ടിക്കുന്നതിനായിട്ട് പ്രൊപ്പല്ലറിനെ തിരിക്കുന്നു. പാകിസ്ഥാൻ നാവികസേനയുടെ ഭൂരിഭാഗം അന്തർവാഹിനികളിലും ഇപ്പറഞ്ഞ AIP സജ്ജീകരിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ നാവികസേനയുടെ ഫ്രഞ്ച് വിതരണം ചെയ്ത അഗോസ്റ്റ 90B 2000 മുതൽ AIP ഇൻസ്റ്റോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 8 ഹാങ്കർ ക്ലാസ് അന്തർവാഹിനികൾക്കും ഈ AIP ഉണ്ടായിരിക്കും എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. വാസ്തവത്തിൽ ഇന്ത്യൻ നാവികസേന അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ ഫ്രഞ്ച് സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികൾക്ക് പോലും ഈ AIP ഇല്ല എന്നതാണ് മറ്റൊരു കാര്യം. അതേസമയം ആദ്യത്തെ സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനിയായ NS കൽവരി 2024 ആദ്യ ഷെഡ്യൂൾ ചെയ്ത പുനർനിർമ്മാണത്തിനായിട്ട് പോകുമ്പോൾ DRDO രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ച AIP സംവിധാനം ലഭിക്കുമെന്നൊരു പ്രതീക്ഷ വലിയ രീതിയിൽ പടരുന്നുണ്ട്. എന്നാൽ DRDO വികസിപ്പിച്ച സംവിധാനത്തിന് കൂടുതൽ കാലതാമസം നേരിടേണ്ടി വരുമെന്ന വാർത്തകളും ഉണ്ട്. ഇത് സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികളിൽ തദ്ദേശീയമായ AIP സ്ഥാപിക്കുന്നതിനുള്ള സമയക്രമം കൂടുതൽ നീട്ടുന്നുവത്രേ. അപ്പോൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് അന്തർവാഹിനികളുടെ കുറവുണ്ട് എന്ന റിപ്പോർട്ടുകളും ഇതിനകം തന്നെ പുറത്തു വന്നിരുന്നു. ഇന്ത്യ 16 പരമ്പരാഗത ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ പ്രവർത്തിപ്പിക്കുന്നുള്ളൂ എന്ന തരത്തിലായിരുന്നു വാർത്തകൾ. പക്ഷേ പാകിസ്ഥാനും ചൈനയ്ക്കും അങ്ങനെ നോക്കുമ്പോൾ ആ കണക്കുകൾ വലിയ രീതിയിൽ തന്നെയാണ്. അവർക്ക് കൂടുതൽ അന്തർവാഹിനികൾ ഉണ്ട് എന്ന കാര്യമാണ് എടുത്തു പറയുന്നത്. അപ്പോൾ അന്തർവാഹിനികളുടെ കാര്യത്തിൽ ഇന്ത്യ ഇനിയും മുന്നോട്ട് കുതിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. ഇന്ത്യയുടെ അന്തർവാഹിനി കപ്പലുകളുടെ പരിഷ്കാരങ്ങൾ അത്യന്താപേക്ഷിതമാണ് എന്നും വിദഗ്ധർ പറയുന്നുണ്ട്. ഈ അടുത്ത് ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഒരേ സമയം 11 പരമ്പരാഗത അന്തർവാഹിനികൾ വിന്യസിച്ചിരുന്നു. 3-4 പതിറ്റാണ്ട് പഴക്കമുള്ള ഈ അന്തർവാഹിനികൾക്ക് എത്രത്തോളം ഉയർന്ന പ്രവർത്തനക്ഷമത ഉണ്ട്, അത് നിലനിർത്താനാകുമെന്നുള്ള ചോദ്യങ്ങളും ഉയർന്നിരുന്നു. പഴയ അന്തർവാഹിനികളുടെ കുറഞ്ഞ സേവനക്ഷമത ലഘൂകരിക്കുന്നതിന് ഫ്രാൻസിൽ നിന്ന് 3 സ്കോർപിയൻ അന്തർവാഹിനികൾ കൂടി വാങ്ങാൻ നാവികസേന തീരുമാനിച്ചിരുന്നു. 2023 ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസ് സന്ദർശിച്ചപ്പോഴാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. പക്ഷേ ഇക്കാലം അത്രയും ചൈന അതിന്റെ ആക്രമണ അന്തർവാഹിനി കപ്പലുകളുടെ വലിപ്പം വർദ്ധിപ്പിക്കുകയും എണ്ണങ്ങൾ കൂട്ടുകയുമാണ് ചെയ്തത്. പാകിസ്ഥാന് മാരകമായ അന്തർവാഹിനികൾ നൽകുകയും ചെയ്യുന്നു എന്നതാണ് പ്രധാനപ്പെട്ട പോയിന്റ്. ചൈന പാകിസ്ഥാന് നൽകുന്ന ഈ പറഞ്ഞ ഹാങ്ങോർ ക്ലാസ് അന്തർവാഹിനികളിൽ നിന്ന് പാകിസ്ഥാൻ ആണവായുധങ്ങളുള്ള ബാബർ 3 അന്തർവാഹിനി വിക്ഷേപിക്കുന്ന ക്രൂയിസ് മിസൈലുകളും ഉപയോഗിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളും പടരുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാനും ചൈനയും ചേർന്ന കരുക്കൾ നീക്കുമ്പോൾ ഇന്ത്യ അതീവ ജാഗ്രതയോടെ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ആവനാഴിയിൽ ഇനിയും പുരോഗതികൾ ഉണ്ടാക്കേണ്ടതുണ്ട്. ചൈനയെയും പാകിസ്ഥാനെയും തകർക്കുവാനുള്ള ശേഷി ഇന്ത്യക്ക് മറ്റു തരങ്ങളിൽ ഉണ്ട് എങ്കിൽ പോലും അന്തർവാഹിനികളുടെ കാര്യത്തിൽ കുറച്ചുകൂടി പരിരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പക്ഷേ പാകിസ്ഥാൻ ഇനി എത്രയൊക്കെ ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടിയാലും ഇന്ത്യയെ ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല എന്നതാണ് യഥാർത്ഥ കാര്യം.